മഠത്തിൽ മുണ്ടയൂർ സൂരജ് നമ്പൂതിരി, അതായത് അദ്ദേഹത്തിന് അഗ്നിശർമ്മൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയം, അറിയപ്പെടുന്നത് സൂരജ് എന്ന പേരിലാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ പേരാമംഗലം സ്വദേശിയാണ്. അദ്ദേഹം സമകാലികമായ വിഷയങ്ങളെക്കുറിച്ചും കൂടി ഈ ക്ഷേത്രാചാര്യത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന വിശ്വാസത്തോടെ സവിനയം ഭക്തിയോടെ ക്ഷണിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും ഭക്തജന സമൂഹത്തിനും എൻ്റെ നമസ്കാരം. ക്ഷേത്ര സംസ്കാരം എന്ന വളരെ വിപുലമായ ഒരു വിഷയത്തിലാണ് ഇന്ന് ഇവിടെ ഈ ഒരു ചർച്ച നടക്കുന്നത്. അപ്പം അതിൽ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രം തന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട അമ്പഴപ്പള്ളി ശ്രീരാജ ഭട്ടതിരിപ്പാടും ഇവിടെ നിങ്ങളോട് സംവദിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ നമ്പൂരി സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യുന്നത് ഏതാണോ അതാണ് ക്ഷേത്രം. ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷണം നൽകുക. നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ക്ഷതങ്ങൾ ഉണ്ടായിരിക്കും. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ക്ഷതങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാം. അത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ആന്തരികവും ബാഹ്യവും എന്നുള്ളതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാവുന്ന രീതിയിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്ഷതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. അതെന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ, പറഞ്ഞോളൂ. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പലവിധ ചിന്തകളാണ്. എനിക്ക് ആവശ്യത്തിന് സാമ്പത്തികമില്ല, അല്ലെങ്കിൽ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് കുടുംബത്തിലൊരു ഐക്യമില്ല, ഒരു സമാധാനമില്ല, ശാന്തിയില്ല, തുടങ്ങി ഇത് ലിസ്റ്റ് എടുത്താൽ ഇങ്ങനെ നീണ്ടുപോകും. ഇതൊക്കെ നമ്മുടെ ക്ഷതങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ പറ്റുന്ന മുറിവ്, നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി, നമുക്ക് സർജറിക്ക് പോകേണ്ടി വന്നു, തുടങ്ങി എല്ലാം ക്ഷതങ്ങളാണ്. അപ്പോൾ ഈ ക്ഷതങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുന്ന ഒരു ആശ്രയ കേന്ദ്രം, ഒരു സങ്കേതം എന്നുള്ള നിലയ്ക്കാണ് ക്ഷേത്രത്തിനെ സമൂഹത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ക്ഷേത്രമാണ്. കേവലം ഇതിനെ മാത്രം ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെ മാത്രമേ നമ്മൾ സമൂഹത്തിൽ ക്ഷേത്രം എന്ന് അഭിസംബോധന ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള പ്രാഥമിക സംരക്ഷണം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. നിങ്ങളൊരു കുടുംബമൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോൾ അതൊരു സംരക്ഷണം ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കുടുംബം ഉണ്ടാവുന്നത്. അത് സ്വക്ഷേത്രമാണ്, നമ്മുടെ സ്വന്തം ക്ഷേത്രം. ഇനി അതേ കണക്കിന് വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു അസുഖം വന്നു, ആ അസുഖം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ ഒരു ആശുപത്രി പോവും, അവിടുന്ന് ചികിത്സിക്കും, ഭേദമായിട്ട് വരും. അത് ആരോഗ്യക്ഷേത്രമാണ്. അതേ കണക്കിന് നിങ്ങൾക്കിപ്പോൾ ജോലി, നിങ്ങൾക്ക് സാമ്പത്തികം വേണമല്ലോ, നിങ്ങൾക്ക് നിത്യനിദാന കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ജോലി ഉണ്ടാവും. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥലം നിങ്ങളുടെ കർമ്മക്ഷേത്രമാണ് എന്ന് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കലഹങ്ങൾ വന്നാൽ ഒത്തുതീർപ്പാക്കാനായിട്ട് കോടതി തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഈ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അതിനെയൊന്നും നമ്മൾ ക്ഷേത്രം എന്ന് നിത്യം നമ്മൾ പ്രയോഗിക്കാറില്ല. ക്ഷേത്രം എന്ന് പ്രയോഗിക്കുന്നത് ഭഗവാൻ കുടികൊള്ളുന്ന സങ്കേതത്തെ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. കാരണം മറ്റെല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് ഭൗതികവുമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അത് ഒരാവശ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ആവശ്യം എപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാക്കപ്പെടുന്നുവോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആവശ്യത്തിനോട് പിന്നീട് ചിലപ്പോൾ രണ്ട് തരത്തിലും സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞോടുകൂടി അതിനെക്കുറിച്ച് മറക്കും, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തയും വരും, മോഹം വരും. ഈ രണ്ടും ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ മനസ്സിൻ്റെ ചിന്ത ഇത് രണ്ടായാലും, അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറക്കുന്നതായാലും കിട്ടിക്കഴിഞ്ഞാൽ പോരാൻ തോന്നുന്നതായാലും നമുക്ക് ആത്യന്തികമായിട്ടുള്ള ശാന്തിയോ സമാധാനമോ ആനന്ദമോ നമുക്ക് ലഭ്യമില്ല. അപ്പം അതാണ് നമുക്ക് ലഭ്യമാവേണ്ടത്. അതിനാണ് ക്ഷേത്രങ്ങൾ.
അതുകൊണ്ടാണ് ഇതിനെ മാത്രം ക്ഷേത്രം എന്ന സമൂഹത്തിൽ നമ്മൾ പ്രത്യേകം പറയുന്നത്. ഇനി അതങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. കാരണം ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വ്യക്തികൾ ചേർന്നതാണ്. അപ്പോൾ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന എന്ത് ക്ഷതങ്ങളും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ക്ഷതമായിട്ട് വരും. അപ്പോൾ വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള പലവിധ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അത് ചില കുടുംബങ്ങളിലേക്ക് വന്നു. അങ്ങനെ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഭാഗത്തേക്ക് ഒരേ പ്രശ്നം വന്നു. അതായത് ഇപ്പോൾ ജലലഭ്യത കുറവ്, അതൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിനെ ബാധിച്ചു തുടങ്ങും. ആ സമൂഹത്തിനെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി, അത് എല്ലാവരുടെയും പ്രശ്നമായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷതങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സംരക്ഷണം കൂടിയേ തീരും. സംരക്ഷണം ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സമയത്ത് ക്ഷേത്രങ്ങളിൽ എന്താ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷേത്രങ്ങളിലെ ഓരോ വ്യക്തികളുടെയും ആധ്യാത്മികമായിട്ടുള്ള ഉണർവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യപ്പെടുന്നത്. ആധ്യാത്മികമായിട്ടുള്ള ഉണർവ്. ഈ ആധ്യാത്മികമായിട്ടുള്ള ഉണർവ് ഒരു വ്യക്തിക്ക് കിട്ടിയാൽ, അങ്ങനെ ആ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് പകർന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹം സന്മാർഗത്തിലൂടെ നീങ്ങുള്ളൂ. സന്മാർഗത്തിലൂടെ നീങ്ങുക, അതായത് സാത്വികമായിട്ടുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഞാൻ നേരത്തെ പറഞ്ഞ ശാന്തിയും സമാധാനവും ആനന്ദവും വന്നു ചേരും. സമൂഹത്തിന് അത് വന്നു ചേർന്നാൽ നമുക്കും കിട്ടിക്കോളും. പ്രത്യേകിച്ച് നമുക്ക് വേറെ ഇനി പ്രത്യേകിച്ച് കിട്ടാനൊന്നുമില്ല. അപ്പോൾ അതാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശം.